Hello everybody, I am Dr. Sindhu MS, Consultant Gynecologist, PRS Hospital. ഈ വീഡിയോ ഒരു സിസേറിയൻ അവയർനെസ് വീഡിയോ ആണ്. എന്താണ് സിസേറിയൻ സെക്ഷൻ? സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേബിയെ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ വയറിലൂടെ മുറിവുണ്ടാക്കി കുഞ്ഞിനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ സെക്ഷൻ. അത് സീസറിനെ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. സീസറിനെ ഡെലിവറി ചെയ്യാനായിട്ട് ചെയ്ത സർജറിയാണ് ഫസ്റ്റ് ടൈം അത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം പരിചിതമാണ് സിസേറിയൻ സെക്ഷൻ. അപ്പോൾ 2-3 ടൈപ്പ് സിസേറിയൻ സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് കുറുകെ ഒരു മുറിവുണ്ടാക്കി ആണ് നോർമലി ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻ. അതാണ് LSCS. പണ്ട് കാലത്ത് അപ്പർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അടുത്ത ഡെലിവറിയിൽ ആ സ്കാർ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻസ് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ചില കേസസിൽ നമുക്കത് വേണ്ടി വരും. ക്യാൻസർ, യൂട്രസിൻ്റെ ക്യാൻസർ സെർവിക്സിലോ അല്ലെങ്കിൽ പ്ലാസൻ്റെ കംപ്ലീറ്റ്ലി ലോവർ പാർട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലും മുഴകൾ, ഫൈബ്രോയിഡ്സ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ക്ലാസിക്കൽ സിസേറിയൻ ഓർ അപ്പർ സെഗ്മെൻറ്റ് മുകളിൽ കുറുകെ ഇൻസിഷൻ ഇട്ട് കുഞ്ഞിനെ എടുക്കുന്നത്. ഓക്കെ, അതിനെ വിസ്മരിച്ചേക്കും. നമുക്കിപ്പോൾ ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഈ സിസേറിയൻ്റെ ഇൻഡിക്കേഷൻസ്, എന്തിനു വേണ്ടിയായിരിക്കാം സിസേറിയൻ ചെയ്യുന്നത്? അതിപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അഥവാ ഡെലിവറിക്ക് മുമ്പ് തന്നെ ഡോക്ടർമാർ ചിലപ്പോൾ നമ്മൾ സിസേറിയൻ സജസ്റ്റ് ചെയ്യും. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പൊസിഷൻ, കുഞ്ഞിൻ്റെ തലയാണല്ലോ ആദ്യം വരേണ്ടത്. പകരം കുഞ്ഞിൻ്റെ ബട്ടക്സ് ആദ്യം വരികയാണെങ്കിൽ മിക്കവാറും ഒരു 90% സിസേറിയൻ തന്നെ ആയിരിക്കും. ബട്ടക്സ് ആദ്യം വന്നാൽ നോർമൽ ഡെലിവറി ആകാനും ചാൻസ് ഉണ്ട്. ചില കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിന് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയും. പക്ഷെ ബ്രീച്ച് നോർമൽ ഡെലിവറി ആകാനും സാധ്യതയുണ്ട്. എല്ലാ ടൈപ്പ് ബ്രീച്ചിലും പറ്റില്ല. 2, നമുക്ക് ട്വിൻസ് ഓർ ട്രിപ്ലെറ്റ്സ് അങ്ങനെ പോകുന്ന സിംഗിൾ അല്ലാത്ത പ്രഗ്നൻസീസിൽ. ട്വിൻസിൽ തന്നെ നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉള്ള ട്വിൻസും ഉണ്ട്. ഫേസ്റ്റ് ബേബി തല താഴോട്ടിരിക്കുകയാണെങ്കിൽ ട്വിൻസിന് ഡെലിവറിക്ക് ചാൻസ് ഉണ്ട്. 2 ബേബിയും തല താഴോട്ടിരിക്കുന്നതാണ് നല്ലത്. അല്ല തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ രണ്ടാമത്തെ ബേബിക്കൊക്കെ സിസേറിയൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ പേഷ്യൻസ് പറയും, അയ്യോ വേണ്ട, എനിക്ക് ആദ്യമേ സിസേറിയൻ മതി. അപ്പോൾ ട്വിൻസ് ഓർ ഹയർ ഓർഡർ പ്രഗ്നൻസീസിന് മോർ ചാൻസാണ്. പിന്നെ നേരത്തെ പറഞ്ഞു പ്ലാസൻ്റ പ്രീവിയ. പ്ലാസൻ്റ യൂട്രസിൻ്റെ മോൾ ഭാഗത്താണ് ഇരിക്കുന്നതാണ് നല്ലത്. അടിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തലയിറങ്ങാനുള്ള സ്പേസ് പോവും, അല്ലെങ്കിൽ ഈ ആ ഭാഗം വികസിക്കുമ്പോൾ ഈ പ്ലാസൻ്റ വിട്ടുവരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ മിക്ക ടൈപ്പ് ഓഫ് പ്ലാസൻ്റ പ്രീവിയയിലും സിസേറിയൻ സെക്ഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വളരെ വലിയ ബേബി, 4-4.5 കിലോ ഉള്ള ബേബി അമ്മ പ്രസവിക്കാൻ സാധ്യത ഒട്ടും ഇല്ല എന്നറിയുകയാണെങ്കിൽ നമ്മൾ സിസേറിയൻ പറയാറുണ്ട്. പിന്നെ വളരെ ആയിട്ടുള്ള പേഷ്യൻ്റാണ്, കുട്ടിയുടെ സൈസ് ആവറേജ് ആണെങ്കിൽ പോലും അത് ഇറങ്ങി വരാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും സിസേറിയൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള സിസേറിയൻസാണ്. വീണ്ടും ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, സിവിയർ കൈൻഡ് ഓഫ് ഹാർട്ട് ഡിസീസ്. ചില കേസസ് ഓഫ് ഹാർട്ട് ഡിസീസിൽ കാർഡിയോളജിസ്റ്റ് പറയും ഇവർ ലേബർ താങ്ങില്ല, ഇവർക്ക് സിസേറിയൻ തന്നെയാണ് നല്ലത്. അങ്ങനെ ചില മെഡിക്കൽ കണ്ടീഷൻസിലും നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ സിസേറിയൻ വേണം എന്നില്ല, പക്ഷേ പ്രസവ സമയത്ത് സിസേറിയൻ ആയിപ്പോകുന്ന കണ്ടീഷൻസാണ് കൂടുതലും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും. എന്നുവെച്ചാൽ ലേബർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് വളരെയധികം വേരിയേഷൻസ്, ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് വളരെ താഴ്ന്നു പോവുക, അത് പെർസിസ്റ്റൻ്റായിട്ട് താഴോട്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പോയിട്ട് പിന്നെ അത് ചിലപ്പോൾ ഉയർന്നു വരിക. അങ്ങനെ അത് നമ്മൾ ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും. അതിന് നമ്മൾ എമർജൻസി സിസേറിയൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുഞ്ഞിനെ കിട്ടാതെ വരും. പിന്നെ കുഞ്ഞ് മഷിയിടുക, ഉള്ളിൽ മഷിയിടുന്നു. മഷിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ സിസേറിയൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മഷിയിട്ടു, പക്ഷേ യൂട്രസ് ഒട്ടും തുറന്നിട്ടില്ല, 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, ഇനി ഒരു 8 മണിക്കൂറൊക്കെ പ്രസവം പ്രോഗ്രസ് കൊണ്ടുപോകേണ്ടി വരും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിസേറിയൻ ഓപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഈ മോഷൻ കുഞ്ഞ് ആസ്പിറേറ്റ് ചെയ്യുക,
അല്ലെങ്കിൽ കുഞ്ഞിനെന്തോ ഒരു ഡിഫിക്കൽട്ടി യൂട്രസിനകത്ത് വരുമ്പോഴാണ് കുഞ്ഞ് യൂഷ്വലി മഷിയിടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് പ്രസവിക്കും, ഒരു 8 സെൻറ്റിമീറ്ററൊക്കെ ഓപ്പണായി പെട്ടെന്ന് പ്രസവിക്കും, ആവറേജ് സൈസ് ബേബിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നോർമൽ ഡെലിവറി ആക്കാൻ കുഴപ്പമില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ പ്രസവിക്കാം പ്രസവിക്കാതിരിക്കാം, സൈസ് ഒരു ആവറേജിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്, ഇറങ്ങാതിരിക്കാം. ആ കണ്ടീഷനിൽ നമ്മൾ ട്രയൽ കൊടുക്കും. നോക്കാം, ചിലപ്പോൾ പ്രസവിക്കും ചിലപ്പോൾ പ്രസവിക്കില്ല, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവരിൽ കുറേ പേര് പ്രസവിക്കും, കുറേ പേര് പ്രസവിക്കില്ല. പിന്നെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കോഡ്, അംബിലൈക്കൽ കോഡ് ചിലപ്പോൾ ഈ ഹെഡ് ഈ പെൽവിസിലോട്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കുമ്പോൾ ഹെഡ് മുകളിൽ കിടന്ന് ഓടുന്ന സമയത്ത് വെള്ളം പൊട്ടിപ്പോവുകയാണെന്ന് വെച്ചോ, അപ്പോൾ സൈഡിൽ കൂടെ ഈ അംബിലൈക്കൽ കോഡ് ഇങ്ങ് ഇറങ്ങി വരും. അതൊരു ഏർജൻറ്റ് സിസേറിയനുള്ളൊരു ഇൻഡിക്കേഷനാണ്. കാരണം കോഡ് വെളിയിൽ വന്ന് ആ കോഡ് പൾസേഷൻസ് പോയാൽ കുഞ്ഞിനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഏർജൻറ്റ് സിസേറിയൻ വേണ്ട. അതൊക്കെ ഒരു ഓബ്സ്റ്റട്രിക് ആക്സിഡൻ്റ് എന്ന് നമ്മൾ പറയും. ഏർജൻ്റായിട്ട് സിസേറിയൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ചിലത് ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളൊരു വെജൈനൽ ബേർത്ത് ഉണ്ട്. അപ്പോൾ മിക്കവർക്കും വെജൈനൽ ബേർത്ത് നടക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ സിസേറിയൻ ചെയ്യാറുണ്ട്. കാരണം മുമ്പ് സിസേറിയൻ ചെയ്തതിൻ്റെ ഇൻഡിക്കേഷൻ നോക്കും, ഇപ്പോഴത്തെ ബേബിയുടെ സൈസ് നോക്കും, ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ വെജൈനൽ ഡെലിവറി ട്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ഹാർട്ട് ബീറ്റ് കൂടുക, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുക, അല്ലെങ്കിൽ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ കുറച്ചൊരു പ്രൊലോങ് ലേബറിലോട്ട് പോവുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്യാമെന്ന് പറയും. പിന്നെ ഉള്ളത് മദറിൻ്റെ ചില കണ്ടീഷൻസ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ, പ്രഗ്നൻസിയിൽ വരുന്ന ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ നമ്മൾ ലേബർ നടക്കുകയാണ്, പക്ഷെ പെട്ടെന്ന് BP കൂടുകയാണ്, പേഷ്യൻറ്റിന് ഒരു ഫിറ്റ്സ് വരാനൊരു സാധ്യതയുണ്ട് എന്ന് കാണുകയാണെങ്കിലും നമ്മൾ സിസേറിയൻ ചെയ്യും. പിന്നെ ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റാത്ത ചില കണ്ടീഷൻസും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് സിസേറിയൻ്റെ ഇൻഡിക്കേഷൻസ്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഈ സമയത്തൊരു സിസേറിയൻ്റെ ട്രെൻഡ് കൂടി വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനി അടുത്ത വീഡിയോയിലാകാം. ഓക്കെ.